ബ്രാൻഡിങ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, മാർക്കറ്റിംഗ് കസ്റ്റമറെ ഗെയിൻ ചെയ്യും. ശരിക്കും ഇതൊക്കെ വർക്ക് ആവുന്നുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ അറിയാം? ഈ മാർക്കറ്റിങ്ങിനകത്ത് അനലറ്റിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഊഹാപോഹങ്ങളോടുകൂടി ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ആണ്. നമ്മൾ കണ്ണടച്ച് ഒരു കാര്യം ചെയ്യുന്നതും നമുക്ക് പ്രോപ്പറായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ? സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതോടൊപ്പം എന്തെല്ലാം മെട്രിക്സ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്ന് ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുൻപേ കൂടി തീരുമാനിച്ചിട്ടുണ്ടാവണം. പ്രോപ്പറായിട്ട് അനലറ്റിക്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ ബഡ്ജറ്റ് അലോക്കേഷൻ കൂട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വലിയ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തുകൊണ്ടോ മാത്രം ഒരു ക്യാമ്പയിൻ എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. മാർക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാറ്റ എന്ന് പറയുന്നത് കേവലം നമ്പറുകളും ചാർട്ടുകളും മാത്രമായിരിക്കില്ല. അത് നമ്മൾ ചെയ്തിട്ടുള്ള എഫേർട്സ് നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നതാണ്. അത് കേൾക്കുക, പഠിക്കുക, ഉൾക്കൊള്ളുക, കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. സോ ഒരു ക്യാമ്പയിൻസ് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുന്നതിൽ ഡാറ്റ അനലറ്റിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്.